ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി തേങ്ങ ഒന്നും ചിരകാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് തേങ്ങാപ്പാൽ എടുത്തുകൊണ്ട് നല്ലൊരു തേങ്ങാപ്പാൽ പുഡിങ് തയ്യാറാക്കിയെടുക്കാം. ഈ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു 3 തേങ്ങ കുക്കറിലിട്ടിട്ട് അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയുടെ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു കുക്കറിൽ ഇതുപോലെ 3-4 തേങ്ങയൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് 1-2 വിസിലടുപ്പിച്ചാൽ മതി. ഈ കുക്കറിൽ 3 എണ്ണം വെക്കാനുള്ള സ്പേസേ ഉള്ളൂ, അതുകൊണ്ട് 3 എണ്ണം വെച്ച് കൊടുത്തുകൊണ്ട് ഞാൻ 2 വിസിലടുപ്പിക്കുന്നുണ്ട്. കുറച്ചുകൂടെ വലിയ കുക്കർ ഉണ്ടെങ്കിൽ 4-5 എണ്ണം ഒക്കെ ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് 2 വിസിലടുപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ഇനി ചൂടാറിയതിന് ശേഷം ഇതിൽ നിന്നും ഒരു തേങ്ങ എടുത്ത് പൊട്ടിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ തേങ്ങ വേവിച്ചത് കൊണ്ട് ചിരട്ടയിൽ നിന്നും ഇളകിയിരിക്കുകയായിരിക്കും. ഇനി ഈ ചിരട്ടയിൽ നിന്നും തേങ്ങ ഇളക്കി മാറ്റുന്നുണ്ട്. ഇപ്പോൾ ദാ 2 മുറിയും പെട്ടെന്ന് തന്നെ ഇളകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു തേങ്ങയുടെ പാലാണ് ഈ ഒരു പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിനായി ഈ തേങ്ങ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു തേങ്ങയാണ് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളത്. ചൂടാറിയതിന് ശേഷം മറ്റ് 2 തേങ്ങയും കൂടെ ഇതുപോലെ ചിരട്ടയിൽ നിന്നും മാറ്റി വെച്ചിട്ടുണ്ട്. തേങ്ങ നമുക്ക് ഡെയിലി യൂസ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അത് കാരണം കൊണ്ട് നമുക്ക് ഇതുപോലെ കുക്കറിൽ ഒരുമിച്ചിട്ട് ചെയ്തതിന് ശേഷം ചിരട്ടയിൽ നിന്നും മാറ്റി മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഒരുമിച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് യൂസ് ചെയ്യാം. ഞാനിത് തേങ്ങ ചിരകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയാണ് പറഞ്ഞത്. ഇനി ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ തേങ്ങ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായി നമ്മൾ ചിരകിയെടുത്ത തേങ്ങ പോലെ തന്നെ ഉണ്ട്. ഇതുപോലെ എല്ലാ തേങ്ങയും പൊടിച്ചെടുത്ത ശേഷം ഒരു ബോക്സിൽ അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിരിക്കാം. നമുക്ക് ആവശ്യത്തിനെടുത്ത് യൂസ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി അരച്ചെടുത്ത തേങ്ങ ഒരു അരിപ്പയിലേക്ക് അരിച്ചൊഴിക്കുന്നുണ്ട്. വേവിച്ചെടുത്ത തേങ്ങ ആയതുകൊണ്ട് തന്നെ നല്ല കട്ടിയായിരിക്കും ഇതിൻ്റെ പാലിന്. 1-ാം പാല് 2-ാം പാല് പറഞ്ഞിട്ടൊന്നും എടുക്കുന്നില്ല, ഒറ്റ തവണയേ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ദാ ഒരു തേങ്ങയുടെ പാലും ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഇതിലേക്ക് 3 ഏലക്ക ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലൊരു കപ്പ് കോൺഫ്ലവർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടില്ല. റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ ഓരോരുത്തരുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നന്നായി ഇളക്കി കൊടുക്കാൻ. ഈ മിക്സ് ഒന്ന് ചൂടായി എന്ന് തോന്നുന്ന സമയത്ത് നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. എന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. പിന്നീട് ടൈറ്റായി വരുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയായി പോവും. ഇപ്പോൾ ഇത് ടൈറ്റായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കുന്നത്.
ഇതുപോലെ പാനിൽ നിന്നും വിട്ട് വരുമ്പോഴാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ കറക്റ്റ് ഒരു പരുവം റെഡിയായി കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പാത്രത്തിലോ അല്ലെങ്കിൽ പുഡിംഗ് ട്രേയിലോ നമുക്ക് എണ്ണയോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കാവുന്നതാണ്. എനിക്ക് ഈ ഒരു പാത്രത്തിൻ്റെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി സ്പാച്ച് വെച്ച് നന്നായി ഒന്ന് കറക്റ്റ് ലെവലാക്കി കൊടുക്കാം. ശേഷം നമുക്കിത് ഫ്രീസറിൻ്റെ താഴെ വെച്ചിരുന്നാൽ 2 മണിക്കൂറിന് ശേഷം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു പരുവത്തിന് കിട്ടും. ഇനി ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചതിന് ശേഷമുള്ളത് എടുത്തു നോക്കാം. ഇപ്പോൾ ഇതാ പുഡിങ് കയ്യിലൊന്നും ഒട്ടാതെ നല്ലൊരു പരുവായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ദാ ഈ ഒരു പാത്രത്തിൻ്റെ ഷേപ്പിൽ പുഡിങ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഒരുപാട് പേര് തേങ്ങാപ്പാൽ പുഡിങ് റെഡിയാക്കി കഴിച്ചിട്ടുണ്ടാകാം. എത്ര തവണ ഉണ്ടാക്കിയാലും കഴിച്ചാലും മടുക്കാത്ത ഒരു ഐറ്റമാണ് ഈ തേങ്ങാപ്പാൽ പുഡിങ്. ഒരു തവണയെങ്കിലും ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.